വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഞായറാഴ്ചകളിൽ ദിവ്യബലി സമയത്ത് കാഴ്ചവെപ്പിന് സമർപ്പിച്ച് പള്ളിയിൽ ലേലം ചെയ്തും സോളാർ പാനൽ ഉപയോഗിച്ച് ദേവാലയത്തിൽ ഇലക്ട്രിസിറ്റി ഉപയോഗം പരിമിതപ്പെടുത്തുന്നു. 2000 തൈകളാണ് ഭവനങ്ങളിലേക്ക് വിതരണം ചെയ്യാനായി ശേഖരിച്ചത്. ഇത്തരത്തിൽ വേറിട്ട പ്രവർത്തനം നടത്തി വൈപ്പിൻ മേഖലയിൽ പുതുവൈപ്പ് സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ഉയർന്നു നിൽക്കുന്നു. അതിരൂപതയിലെ 39 ഇടവകകളിൽ നിന്നും നാമനിർദ്ദേശം ലഭിച്ച പരിസ്ഥിതി കാർഷിക പ്രവർത്തകരെയും ഇന്നിവിടെ ആദരിക്കുന്നു. സ്വന്തം വീട്ടുമുറ്റത്തും മട്ടുപ്പാവിലും ജൈവ കൃഷി നടത്തിയും അടുക്കള മാലിന്യങ്ങൾ സംസ്കരിച്ച വളമായി മാറ്റി തങ്ങളുടേതായ രീതിയിൽ ഈ ഭൂമിയുടെയും മനുഷ്യരുടെയും പരിസ്ഥിതിക്ക് മുതൽക്കൂട്ടാവുന്ന ഇടവക പ്രവർത്തകർ ഇവരാണ്. 1 ഫൊറോനയിലെ ഓറിയൽ ഡിക്കോത്ത, സെയിന്റ് ജോർജ് ചർച്ച് പെരുമാനൂർ ഇടവകയിൽപ്പെടുന്ന AG ജോർജ്, ഫാത്തിമ മാതാ ചർച്ച് ഇളംകുളത്തിൽ നിന്നും അലൻ പിൻഹിറോ, 2 ഫൊറോനയിലെ കോതാട് തിരുഹൃദയ ദേവാലയം ഇടവകയിൽപ്പെടുന്ന ബൈജു കൊടുവേലിപ്പറമ്പിൽ, ചേരാനെല്ലൂർ നിത്യസഹായ മാതാ പള്ളി ഇടവകയിൽപ്പെടുന്ന തോമസ് ബിജു, ചേരാനെല്ലൂർ സെയിന്റ് ജെയിംസ് ഇടവകയിൽപ്പെടുന്ന ജോസഫ് ബാബു വാര്യർ, മൂലമ്പള്ളി സെയിന്റ് അഗസ്റ്റിൻസ് ചർച്ച് ഇടവകയിൽപ്പെടുന്ന ആനി പീറ്റർ കൊടുത്താസ്, പിഴല സെന്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ച് ഇടവകയിൽ EV തോമസ് ഇടത്തിൽ, സൗത്ത് ചിറ്റൂർ ഹോളി ഫാമിലി ചർച്ചിൽപ്പെടുന്ന സതീഷ് കുന്നപ്പള്ളി, 3 ഫെറോനയിലെ കോണേൽ ഇടവകയിലെ തനൂജ സേവിയർ മധുരമിറ്റത്ത്, ഒറ്റക്കുഴി ഇടവകയുടെ ബ്രിജിത്ത് അശ്വിൻ, ഇളമക്കര ലൂർദ് മാതാ പള്ളിയുടെ ശ്രീ സേവ്യർ കളപ്പുര, 4 ഫൊറോന തൈക്കൂടം സെന്റ് റാഫേൽസ് ചർച്ച് ജിനോ കൂടാരപ്പള്ളി, വൈറ്റില സെന്റ് പാട്രിക് ചർച്ച് ഷിമ്മി പാട്രിക്, വിമല ഹൃദയ മാതാ ചർച്ച് നെട്ടൂരിൽ നിന്നും ആഗ്നസ് സീമ ജോജു, ആടവന ഇടവകയിൽ നിന്നും ജോസഫ് KX, മരട് സെന്റ് മാഗ്ലിൻ ചർച്ചിൽ നിന്നും ജോസ് ആൻഡോ AP, തോമസ്പുരം ഇടവകയിൽ നിന്നും ഡിനോയ് കൂടാരപ്പള്ളി, തിരുവാങ്കുളം ഇടവകയിലെ ജോസഫ് അന്നമ്മ, അമ്പലമുകൾ ഇടവകയിൽ നിന്നും ബീന ജെറി, 5 ഫെറോന സെയിന്റ് ജോൺസ് ഇടവകയിൽ നിന്നും ഷിനി സുബിൻ, 6 ഫൊറോന കാട്ടുകര സെയിന്റ് ആൻസ് ചർച്ച് ഇടവകയിൽ നിന്നും ഫ്രെഡി കടുത്തോസ്, അവർ ലേഡി ഓഫ് ഡോളിസ് ചർച്ചിൽ നിന്നും ഫിൽബർട്ട് കളത്തിൽ, ചാവരം സെയിന്റ് ജൂഡ് ചർച്ച് ഇടവകയിൽ നിന്നും ടോമി പാറപ്പുറം, കൊരട്ടി ചർച്ചിൽ നിന്നും ഫ്രാൻസിസ് OJ, സെയിന്റ് ജൂഡ് 8 ഏക്കർ ഇടവകയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി റോസി ജോസ് കുട്ടിച്ചേരി, 7 ഫൊറോനയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പരിസ്ഥിതി കാർഷിക പ്രവർത്തകർ ഇവരാണ്. തേവർക്കാട് നിന്നും ജിനി വർഗീസ് ചെമ്പോളിൽ, നീറിക്കോട് സെയിന്റ് ജോസഫ് ചർച്ചിൽ നിന്നും ലോറൻസ് കോച്ചേരി, പാനായിക്കുളം ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ നിന്നും സ്റ്റീഫൻ PM, ചേന്നൂർ സെന്റ് ആന്റണീസ് ചർച്ചിൽ നിന്നും ആന്റണി നിക്സൺ, 8 ഫൊറോനയിൽ നിന്നും നിത്യസഹായ മാതാപ്പള്ളി ഓച്ചദൂരത്തിൽ നിന്നും ഷൈനി ഡെന്നിസ് കളരിക്കൽ, സെയിന്റ് ജോർജ് ചർച്ച് കർത്തേടം ക്രിസ്റ്റഫർ പോൾ CS, പുതുവൈപ്പ് സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ യുവ കർഷകനായ അംബ്രോസ് കുര്യാപ്പള്ളി, ക്രൈസ്റ്റ് നഗർ ചർച്ച് ആറാട്ടുവഴി ഇടവകയിൽ നിന്നും MJ ജെയിംസ്, എടവനക്കാട് സെന്റ് അംബ്രോസ് ചർച്ചിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പയസ് പള്ളത്തുശ്ശേരി. ഇത്രയും ആളുകളാണ് ഇടവക തലത്തിൽ നിന്നും മികച്ച പരിസ്ഥിതി പ്രവർത്തകരായി തിരഞ്ഞെടുക്കപ്പെട്ട് ഇന്ന് ആദരിക്കപ്പെടുന്നത്.
ഏവർക്കും മാതൃകയായ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തി ചേരാനല്ലൂർ സെയിന്റ് ജെയിംസ് ചർച്ചിന്റെ കീഴിലുള്ള ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ ഇത്തവണ മലയാള മനോരമയുടെ നല്ല പാഠം പരിപാടിയിൽ ജില്ലാ തലത്തിൽ തന്നെ 1ാം സമ്മാനം നേടി. അതോടൊപ്പം പള്ളിയുടെ സ്ഥലത്ത് വാഴകൃഷി നടത്തിയ ഇടവകാംഗങ്ങളുടെ കൂട്ടായ്മയായ യെല്ലോ ഗോൾഡൻ പ്ലാന്റേഷൻ രാസവളം ചേർക്കാത്ത ഏത്തവാഴ കൃഷി നടത്തി ഏവർക്കും മാതൃകയായി. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് ശ്രീ ഷിമ്മി ഫ്രാൻസിസ്. ചേരാനല്ലൂർ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ കൂടിയായ ശ്രീ ഷിമ്മി ഫ്രാൻസിസ് കണ്ടെയ്നർ റോഡിന്റെ പരിപാലനത്തിലൂടെ അദ്ദേഹത്തെ ഹൈവേ അതോറിറ്റി ആദരിച്ചിരുന്നു. ഷിമ്മി ഫ്രാൻസിസിന്റെ പ്രതിഭയെ തിരിച്ചറിഞ്ഞാണ് പരിസ്ഥിതി കമ്മീഷൻ ടീമിലേക്ക് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തത്. മികച്ച പരിസ്ഥിതി സംരക്ഷണ പൊതുപ്രവർത്തകനായ ശ്രീ ഷിമ്മി ഫ്രാൻസിസിനെ ഇന്ന് ആദരിക്കുന്നു. കഴിഞ്ഞ വർഷം മികച്ച പ്രവർത്തനം നടത്തിയത് 6 ഇടവകകൾ ആയിരുന്നുവെങ്കിൽ ഇത്തവണ ആയത് 10ലേക്ക് ഉയർന്നു. 18 ഇടവക കാർഷിക പരിസ്ഥിതി പ്രവർത്തകരുടെ എണ്ണം 40ലേക്കും ഉയർത്താൻ കഴിഞ്ഞു. ഇനിയും ഏറെ ദൂരം പോവാനുണ്ട്. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലെ NSS യൂണിറ്റും റീവൈൽഡ് ഫൗണ്ടേഷന്റെ സ്ഥാപകനായ മനോജ് കുമാർ IBയും ചേർന്ന് ഇടവകകളിൽ മിനിവനം ഒരുക്കാനുള്ള പദ്ധതി പരിസ്ഥിതി കമ്മീഷൻ ആരംഭിക്കുകയാണ്. കാക്കനാട് ചെമ്പുമുക്ക് ദേവാലയവും മരട് മൂത്തേടം ദേവാലയവും പദ്ധതിയുമായി സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. കൃഷിഭവന്റെ പദ്ധതികൾ ഇടവകകളിലും വീടുകളിലും നടപ്പിലാക്കാൻ കമ്മീഷൻ മുൻകൈയെടുക്കുന്നു. ഇത്തവണയും വനം വകുപ്പ് വഴി 400ഓളം വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്നു. മണ്ണിൽ പണിയെടുത്ത് വിയർത്ത് അധ്വാനിക്കുവാനുള്ള മനസ്സുള്ള ഒരു ഐതിഹ്യ ശ്രേഷ്ഠനാണ് ഞങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. ശക്തമായ ടീം വർക്കും വഴി ഇനിയും കൂടുതൽ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ കഴിയും എന്നുറപ്പുണ്ട്. ഇടവകകളിൽ BCCയുടെ സഹകരണത്തോടെയാണ് പരിസ്ഥിതി ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നത്. അതിനായി സഹായ സഹകരണങ്ങൾ ചെയ്തു തരുന്ന ഫാദർ യേശുദാസ് പഴമ്പള്ളിയെ നന്ദിയോടെ ഓർക്കുന്നു. ഹരിതം 2025 ഇവിടെ നടത്തുവാൻ സൗകര്യങ്ങൾ ഒരുക്കിയ മുൻ വികാരി ഫാദർ ജോബി അസീദ് പറമ്പിലിനെയും ഇപ്പോഴത്തെ വികാരി ഫാദർ സെബാസ്റ്റ്യൻ മൂന്നുകൂട്ടുങ്ങളിനെയും നന്ദി അറിയിക്കുന്നു. അടുത്ത വർഷം ഹരിതം 2026 നടത്തുന്നത് പോണേക്കര സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഇടവകയിലാണ്. അതിനായി അനുവാദം നൽകിയ ബിബു അച്ഛനോടും നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും സഹകരണവും നൽകി വരുന്ന അഭിവന്യ പിതാക്കന്മാരോടും വികാർ ജനറൽമാരോടും ചാൻസലർ അച്ഛനോടുമുള്ള അഗേതവുമായി നന്ദി അറിയിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു.